ഹലോ എവ്രി വൺ, വെൽക്കം ടു വർക്കീസ് ഇംഗ്ലീഷ് ലേണിംഗ്. ഈ വീഡിയോയിൽ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് റൂൾസ് ആണ് നോക്കുന്നത്. കുറച്ചധികം റൂൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൂൾ നോക്കാം. റൂൾ നമ്പർ 1, ദ സബ്ജക്റ്റ് ആൻഡ് വേർബ് മസ്റ്റ് എഗ്രി ഇൻ നമ്പർ. സബ്ജക്റ്റും വേർബും നമ്പറിൽ എഗ്രി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദ സിംഗുലർ സബ്ജക്റ്റ് ടേക്സ് എ സിംഗുലർ വേർബ്, പ്ലൂറൽ സബ്ജക്റ്റ് ടേക്സ് എ പ്ലൂറൽ വേർബ്. അതായത് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ സിംഗുലർ വേർബ് ഉപയോഗിക്കണം. അതേപോലെ തന്നെ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ പ്ലൂറൽ വേർബ് ഉപയോഗിക്കണം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിമ്പിളാണ്. സിംഗുലർ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് ആദ്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഹി, ഷീ, ഇറ്റ്, അതേപോലെ ഒരെണ്ണം എന്ന് ഇപ്പോൾ പറയുമ്പോൾ ഒരു തിങ് ആവാം, ഒരു ആളാവാം, ഒരു അനിമൽ ആവാം, ഒരു ബേർഡ് ആവാം. ഒരെണ്ണമാണെങ്കിൽ അത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമായിരിക്കും? 2 അല്ലെങ്കിൽ 2ൽ കൂടുതൽ വരുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഈ പറഞ്ഞ പോലെ തന്നെയാട്ടോ, അനിമൽ ആവാം, തിങ് ആവാം, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ് ആവാം, എന്തും ആവാം. അപ്പോൾ ഇതാണ് പറഞ്ഞത്, സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ സിംഗുലർ വേർബ് ചേർക്കണം എന്നുള്ള റൂള്. സിംഗുലർ സബ്ജക്റ്റ് എന്തായാലും പ്ലൂറൽ സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി സിംഗുലർ വേർബ് എന്താണ്, പ്ലൂറൽ വേർബ് എന്താണെന്ന് നോക്കാം. സബ്ജക്ട്സ് എഴുതുമ്പോൾ നമുക്ക് എസ് ആഡ് ചെയ്യാം. ഇപ്പം നമ്മൾ ഒരു പേന, അതൊരു തിങ് ആണല്ലോ, ഒരു പേന. അപ്പോൾ 2 പേന ഉണ്ടെങ്കിൽ അതിനെ പെൻസ് എന്ന് പറയും. അപ്പോൾ എൻഡിങ്ങിൽ എസ് എന്നുള്ള ലെറ്റർ ആഡ് ചെയ്യും. ഇത് സബ്ജക്റ്റിന്റെ കേസാണ്. എന്നാൽ ഒരു പ്രവൃത്തി, ഒരു വേർബിന്റെ കേസിൽ നമ്മൾ പ്ലൂറൽ ആക്കാൻ വേണ്ടി എസ് ആഡ് ചെയ്യരുത്. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് എഴുതുമ്പോഴാണ് അല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് എഴുതുമ്പോഴാണ് ഈ പറയുന്ന പ്ലൂറൽ സബ്ജക്റ്റ് എഴുതുമ്പോഴാണ് എൻഡിങ്ങിൽ എസ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ യെസ് അത് തന്നെ, എസ് ആഡ് ചെയ്യുക. പക്ഷേ പ്ലൂറൽ വെർബ് എഴുതുമ്പോൾ നമ്മൾ എസ് അല്ലെങ്കിൽ ഈ എസ് ആ വേർബിന്റെ കൂടെ ആഡ് ചെയ്യരുത്. നമ്മളിപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ പ്ലൂറൽ ആകാനായിട്ട് എസ് ആഡ് ചെയ്യുന്നുള്ളതിൽ ലോജിക്കില്ല. നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ ഒരാൾ ഓടിപ്പോയി എന്ന് പറയുമ്പോൾ അവിടെ അല്ലെങ്കിൽ ഒരാൾ ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ അവിടെ എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റൺസ് എന്ന് ഉള്ളതിൽ വല്ല ലോജിക്കുണ്ടോ? അതിലൊരു ലോജിക്കും ഇല്ല. പക്ഷെ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ആള് അല്ലെങ്കിൽ ഒരു അനിമൽ അല്ലെങ്കിൽ ഒരു ബേർഡ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ എസ് ആഡ് ചെയ്തൊരു ലോജിക്ക് ഉണ്ട്. എന്നാൽ ഒരു പ്രവൃത്തിയുടെ കൂടെ എസ് ആഡ് ചെയ്യുന്നതിൽ ഒരു ലോജിക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ എസ് ആഡ് ചെയ്ത് എഴുതുന്ന ഒരു വേർബിനെ പ്ലൂറൽ വേർബ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു ലോജിക്ക് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, സിംഗുലർ സബ്ജക്ട് ടേക്സ് എ സിംഗുലർ വേർബ്. ഇവിടെ സിംഗുലർ സബ്ജക്ട്സ് ഹി, ഷീ, ഇറ്റ്, ഇതൊക്കെ സിംഗുലർ സബ്ജക്ട്സ് ആണ്. അതേപോലെ തന്നെ ഒരെണ്ണം, ഓക്കെ, അതൊക്കെ സിംഗുലർ സബ്ജക്ട്സ് ആണ്. ഇതിന്റെ കൂടെ സിംഗുലർ വേർബ് എന്ന് പറയുമ്പോൾ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യണം. സിംഗുലർ വേർബിലാണ് എസും ഇ എസും ഉള്ളത്. അതായത് ഇവിടെ നോക്കാം, ഹി എന്നുള്ളത് ഒരാളുള്ളൂ, സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഇതിന്റെ കൂടെ സിംഗുലർ വേർബ് എന്ന് പറയുമ്പോൾ ഗോ എന്നുള്ള വാക്കിന്റെ കൂടെ ഇ എസ് ആഡ് ചെയ്യണം. അതായത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബ് എന്ന് പറയുമ്പോൾ എൻഡിങ്ങിൽ, ആ വാക്കിന്റെ എൻഡിങ്ങിൽ ഒന്നുകിൽ എസ്, ഇപ്പോൾ റൺ എന്നുള്ള വാക്കിന്റെ കൂടെ റൺസ് ആവാനായിട്ട് എസ് ആഡ് ചെയ്താൽ മതി. പക്ഷെ ഗോ എന്നുള്ള വാക്കിന്റെ കൂടെ അതിനെ സിംഗുലർ ആക്കാൻ വേണ്ടിയിട്ട് ഇ എസ് ആഡ് ചെയ്യണം. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബ് എന്ന് പറയുമ്പോൾ എൻഡിങ്ങിൽ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യുക. ഓക്കെ, സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഉള്ളൂ, സിംഗുലർ സബ്ജക്റ്റ് ഒരെണ്ണം ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സിംഗുലർ വേർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യാതിരിക്കരുത്. ഓക്കെ, സിംഗുലർ വേർബ് എൻഡിങ്ങിൽ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണം. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക, മറക്കരുത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പ്ലൂറൽ വേർബിൽ എസ് അല്ലെങ്കിൽ ഇ എസ് വേണ്ട. ഐ, യു, വി, ദേ, അതേപോലെ ഒന്നിലധികമുള്ള എന്തായിക്കോട്ടെ. ഇപ്പൊ 2 ഫ്ലവേഴ്സ്, ഓക്കെ, 2 ഫ്ലവേഴ്സ് എന്ന് പറയാം. 2 പെൻ ആണെങ്കിൽ 2 പെൻസ്. ഓക്കെ, 2 ചെയർസ് ആണെങ്കിൽ 2 ചെയർസ്. അവിടെ എല്ലാനും അത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അതിന്റെ കൂടെ പ്ലൂറൽ വേർബ് എന്ന് പറയുമ്പോൾ എസ് വേണ്ട. എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നോക്കിയേ, ദേ പ്ലേ ക്രിക്കറ്റ് എവറി ഡേ. ഐ, യു, വി, ദേ, ഇതെല്ലാം പ്ലൂറൽ സബ്ജക്ട്സ് ആണ്. ഐ, യു എന്ന് പറയുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഐ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ,
യു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരാൾ തന്നെയാണ് അല്ലെ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, യു എന്ന് പറഞ്ഞാൽ നീ. ഒരാളെ ലിറ്ററലി അവിടെ ഉള്ളൂ. പക്ഷേ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഐയും യുവും പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. എത്ര പേരുണ്ട് എന്നുള്ളതിനേക്കാൾ അത് ഇംഗ്ലീഷിന്റെ ഗ്രാമറിന്റെ നിയമം അനുസരിച്ച് അത് പ്ലൂറൽ ആണ് എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കുക. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് ഐയും യുവും സിംഗുലർ ആണോ പ്ലൂറൽ ആണോ, അപ്പൊ നിങ്ങൾ എന്ത് പറയണം? പ്ലൂറൽ ആണെന്ന് പറയണം. അത് അങ്ങനെയാണ് ആ ഒരു റൂള്. അതുകൊണ്ടാണ് ഐനെ യുവിനെ നമ്മൾ പ്ലൂറൽ ആയിട്ട് കാണുന്നത്, ഒന്നേ ഉള്ളൂ എങ്കിൽ പോലും. പിന്നെ ബാക്കിയെല്ലാനും വി, ദേ അതൊക്കെ ഒന്നിലധികം ഉണ്ട്. സോ അത് ഓൾറെഡി പ്ലൂറൽ തന്നെയാണെന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ലോജിക്കലി നമുക്ക് കിട്ടും. ഇവിടെ നോക്കിയേ, ദേ പ്ലേ ക്രിക്കറ്റ് എവറി ഡേ. ഇവിടെ ദേ എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. എന്താ അർത്ഥം? അവർ. പ്ലേ എന്നുള്ളത് പ്ലൂറൽ വേർബ് ആണ്. ഇവിടെ എസും ഇ എസും വേണ്ട. പ്ലേനെ എസ് ആക്കരുത്, പ്ലേസ് എന്നാക്കരുത്. പക്ഷെ ഇവിടെ അതിന് പകരം ഹി ആയിരുന്നെങ്കിലോ? ഹി ആയിരുന്നെങ്കിൽ ഹി പ്ലേസ് ക്രിക്കറ്റ് എവറി ഡേ എന്ന് എഴുതണം. പക്ഷെ ഇവിടെ ദേ എന്നുള്ളത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ പ്ലൂറൽ വേർബ് ആയിട്ടുള്ള പ്ലേ എന്ന് മാത്രം എഴുതിയാൽ മതി. ദേ പ്ലേ ക്രിക്കറ്റ് എവറി ഡേ. സോ ഇതാണ് ഫസ്റ്റ് റൂള്. താങ്ക് യു.